ഉഷേ, എത്ര പഠിച്ചവളായാലും പെണ്ണ് പെണ്ണ് തന്നെയാണല്ലേ? അതെ. അവൾ സ്വയം എന്ത് ത്യാഗം വേണമെങ്കിലും സഹിക്കും. തന്റെ ഭർത്താവിനോ കുഞ്ഞിനോ ഒരല്പം വേദന ഉണ്ടാക്കുന്ന ഒരു ത്യാഗത്തിനും അവൾ തയ്യാറല്ല. ശരിയല്ലേ? എവിടെ ആ മുഖമൊന്ന് ഉയർത്തു കാണട്ടെ. അന്നൊരിക്കൽ ഒരു എഞ്ചിനീയറുടെ കടമയെപ്പറ്റി ഉഷ എന്നോട് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഞാൻ അത് അക്ഷരം പ്രതി അനുഷ്ഠിക്കുന്നുണ്ട്. നിനക്ക് സന്തോഷമല്ലേ? അങ്ങയെ തടസ്സപ്പെടുത്തുന്ന വിധം വല്ലതും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഉഷേ, നീ ഒരു മാതാവാകാൻ പോവുകയാണ്. നീ എന്നെ ഉപദേശിച്ച കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞിനെ പഠിപ്പിക്കൂ. ആ കുഞ്ഞ് രാജ്യത്തിനൊരു സ്വത്തായി തീരട്ടെ. നിശ്ചയമായി. സുകുമാരൻ ഇവിടെ ഇല്ലേ? ജോലി സ്ഥലത്താണ്. ഉടനെ വിളിപ്പിക്കാം. അച്ഛൻ ഇരിക്കണം. വേണ്ട, നിന്നെ ഞാൻ വിളിച്ചുകൊണ്ടുപോകാനാണ് വന്നത്. എന്താണ് നീയൊന്നും മിണ്ടാത്തത്? അദ്ദേഹത്തിന് ഒട്ടും സുഖമില്ല. അപ്പോൾ നിനക്ക് എന്നോട് സ്നേഹമില്ലേ? ഉണ്ട്. ഈ ലോകത്ത് ഒരു മകൾ ഞാൻ എൻ്റെ അച്ഛനെ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കുകയില്ല. ഒരു മകളും ഞാൻ എൻ്റെ അച്ഛനെ വേദനിപ്പിക്കുന്ന പോലെ വേദനിപ്പിക്കുകയുമില്ല. എന്ത് ചെയ്യും? എൻ്റെ അച്ഛനെ ഒരു നല്ല മനുഷ്യനായി കാണാൻ സാധിക്കെങ്കിൽ. ഞാൻ ചീത്തയാണല്ലേ? എൻ്റെ അച്ഛൻ ചെയ്ത പ്രവൃത്തികൾ ഒരച്ഛന് ചെയ്യാമെന്നിരുന്നാലും ഒരു എഞ്ചിനീയർക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ നീ പറയുന്നതിൽ നിന്നും ഞാൻ മനസ്സിലാക്കേണ്ടത് നീ എനിക്കെതിരായി എൻക്വയറി കമ്മീഷന്റെ മുൻപിൽ സാക്ഷി പറയുമെന്നല്ലേ? എന്ത് ചെയ്യാം? എന്റെ അച്ഛന്റെ പ്രവൃത്തിയുടെ ഫലമായിരിക്കും ഇന്ന് ഞാൻ അനുഭവിക്കുന്നത്. പക്ഷേ ഓരോ നിമിഷവും എന്റെ ഉള്ളു നീറുകയാണ്. ഞാൻ നിന്റെ ഭർത്താവിനെ പഠിപ്പിച്ചു, എന്റെ ഐശ്വര്യത്തിന് വേണ്ടി. പക്ഷേ ആ പണം അന്യായമായി സമ്പാദിച്ചതാണ്. അതുകൊണ്ടുള്ള വേദന നമ്മൾ ഇന്ന് അനുഭവിക്കുന്നു. അച്ഛൻ ക്ഷമിക്കണം. എൻക്വയറി കമ്മീഷന്റെ മുമ്പിൽ സത്യം ഞാൻ പറയും. അയ്യോ, എഞ്ചിനീയർ മോഹൻസ് പിടി കിടക്കുന്നു. അയ്യോ അച്ഛാ, അച്ഛാ.
ഡോക്ടർ, ഭയപ്പെടേണ്ട, വിഷമിക്കാനൊന്നുമില്ല. ഞാനിവിടെ ജോലി സ്ഥലത്ത് മോഹാത്സ്യപ്പെട്ട് വീണു. ഡോക്ടർ, ഞാൻ തുടങ്ങി വെച്ച പ്രോജക്റ്റിന്റെ പണി പൂർത്തിയായി കണ്ടാൽ കൊള്ളാമെന്നുണ്ട് എനിക്ക്. മിസ്റ്റർ സുകുമാരൻ, ഞങ്ങൾ മെഡിക്കൽ സയൻസിന്റെ സകല കഴിവുകളും നോക്കും. റൈറ്റ്. സാറിന് എങ്ങനെ ഇരിക്കും? എനിക്ക് സുഖമുണ്ട്. നമ്മളെ ഡിസ്ചാർജ് ചെയ്ത്. ഓഹോ, മമ്മൂട്ടിക്ക 2 ദിവസം വിശ്രമിച്ചിട്ട് മലയിലേക്ക് പോയാ മതി. അവിടുത്തെ ജോലി തരാൻ നമുക്ക് വിശ്രമമില്ലെന്ന്. ഇവിടെ നിന്ന് ഡിസ്ചാർജ് കിട്ടാൻ വേണ്ടി നമ്മളങ്ങനെ കാത്തിരുന്നേത്. ശങ്കരൻകുട്ടിയോടും മറ്റും പറഞ്ഞേക്കൂ, എനിക്ക് നല്ല സുഖമുണ്ട്. ഞാൻ എത്രയും വേഗം അങ്ങ് വരുമെന്ന്. ശരി, എന്നാ നമ്മൾ ഇറങ്ങട്ടെ. അല്ല പടച്ചോനെ, ഇതാരാപ്പാ? ഞാൻ വന്ന് കണ്ടോളാം. നമസ്കാരം. ഞാൻ വന്ന് അവിടെ. ഹലോ മുഹമ്മദ് കുട്ടി, ഗുഡ് മോർണിംഗ്. സാറിപ്പോ എവിടെയാണപ്പാ? അതൊരു വണ്ടർഫുൾ സ്റ്റോറിയാണ്. ഞാൻ മദ്രാസിൽ പോകാൻ വന്നതാണ്. അപ്പോൾ കാവേരി എസ്റ്റേറ്റ് മാനേജർ മിസ്റ്റർ ജോൺസൺ ഒരു പ്രൊഡക്ഷൻ തുടങ്ങിയിരിക്കുകയാണ്. മിസ്റ്റർ ജോൺസൺ എന്റെ ഒരു ഫ്രണ്ടാണ്. അപ്പഴേ ആ പെങ്കൊച്ചെവിടെയാണപ്പാ? ഓ, അതും ഒരു വണ്ടർഫുൾ സ്റ്റോറിയാണ്. അവളുടെ സ്റ്റിൽ ഞാൻ ഈ ക്യാമറയിൽ എടുത്തു നോക്കി. പക്ഷേ ഇപ്പോഴത്തെ സ്റ്റോറിക്ക് പറ്റിയ ഫിറ്റ് അല്ല. അവൾ വെറും കൺട്രിയാണ്. അതുകൊണ്ട് ഞാൻ അവളെ പറഞ്ഞയച്ചു. ആയിരിക്കാം. എവിടെയാ? അവളിപ്പോ ഇവിടെ എവിടെയോ കാണും. അപ്പൊ ഞാൻ കുറച്ച് ബിസിയാണ്. ഷൂട്ടിംഗ് ബന്ധപ്പാടിലാണ്. പിന്നെ കാണാം. ബൈ ബൈ. അവിടെ നില്ലപ്പാ, എന്താ ഇത്ര ധൃതി? അപ്പൊ ആ പെങ്കൊച്ച എവിടെയാന്നാ പറഞ്ഞത്? അവൾ മഹാ ചീത്തയാണ്. ആയിരിക്കും, 100 നെല്ലിന്ന്. എന്റെ മുഖത്ത് നോക്കണം. സൂക്ഷിച്ചു നോക്ക്. സൂക്ഷിച്ചു നോക്കിയോ? മുഹമ്മദ് കുട്ടി, കുറച്ച് ഡീസൻസി ആയിട്ട് പെരുമാറണ്ടേ? എടാ നമുക്ക് മറ്റേ ചെള്ളോടെ കാണില്ലടാ. അയ്യോ, എന്നെ ആക്ഷേപിക്കരുത് മുഹമ്മദ് കുട്ടി. എടാ, നമ്മൾ പെങ്കൊച്ചിനെ എവിടെയെങ്കിലും ചെന്ന് കണ്ടുപിടിച്ചോളാം. നീ നമ്മുടെ ചായക്കടയിൽ നിന്ന് ചായ കുടിച്ച് കാശ് എന്നിട്ട് പോടാ നമുക്ക്. എന്റെ കയ്യിൽ ചേഞ്ചസ് ഇല്ലല്ലോ. വേണ്ട, ഞാൻ ചെക്ക് എഴുതി തന്നെ. ചെക്ക് വേണ്ട നമുക്ക്. കാശ് എന്നിട്ട് നീ ഇത് എടുത്തോണ്ട് പോയാ. ഇത് നമ്മുടെ കയ്യിൽ ഇരിക്കട്ടെ. ഓ, വിശ്വാസമില്ലെങ്കിൽ ഇരിക്കട്ടെ. ഞാൻ മണി തന്നിട്ട് തിരിച്ചെടുത്തോളാം. പക്ഷെ അത് തുറന്ന് ചീത്തയാക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ പോയിട്ട് വരാം. ബൈ ബൈ. എടാ, അവിടെ നിക്കടാ നമുക്ക്. നീ അങ്ങ് പോയാ. ഇനി നമ്മൾ എവിടെയെങ്കിലും വെച്ച് എടുത്തോളാം കേട്ടോ. അല്ലേ എടാ, നീ നമ്മളെ വഹിച്ച. ചുമ്മാ ഒന്നുമില്ല, ഞാൻ കുറച്ച് ഓടി. ഓടിയോ? അതെ, നടക്കാൻ വയ്യ, അതുകൊണ്ട് ഞാൻ ഓടി. തന്നെയല്ല, ഞാൻ ഈ പ്ലെയിനിലും കാറിലും എല്ലാം യാത്ര ചെയ്ത് എനിക്ക് ഈ സ്ലോ മോഷൻ ഇല്ല, ഫാസ്റ്റാണ്. ഞാൻ റോഡിൽ നടക്കാൻ ഇറങ്ങിയാലും ഓടിപ്പോ. സാറെ കണ്ടാലറിയാം. ഓ അതെ, ആട്ടെ, നിങ്ങൾ ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ അറിയും? അറിയും. ശരി, ഞാൻ ഒരു ചിട്ട് തരാം. അവിടെ കൊണ്ട് കൊടുക്കണം. പോലീസ് ഇൻസ്പെക്ടർ. ഓ, അല്ലെങ്കിൽ വേണ്ട, നിങ്ങളെ ഇൻസ്പെക്ടറോട് പറയണേ ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ശരി, പറയാം. ഇൻസ്പെക്ടർ ഇല്ലെങ്കിൽ ഐ.ജി ഉണ്ടാവും. ജോൺസൺ ഉണ്ടോ ഇവിടെ? ഇവിടെ ഉണ്ട്, കാപ്പി പിടിക്കാണ്. ഇപ്പൊ വരും. ഇരിക്കണം.
നമ്മുടെ രാജമ്മ ഇല്ലല്ലോ വരുന്നത്. നമ്മുടെ കുഞ്ഞാടെ ഓളോ? കുഞ്ഞെ കുഞ്ഞെങ്ങനെ ഇവിടെ വന്നു? കരയാതെ കുഞ്ഞെങ്ങനെ ഇവിടെ വന്നു? ഞാൻ വീട്ടിൽ പോയിരുന്നു. എന്നിട്ട് നിങ്ങളെല്ലാം ഇവിടെയാണെന്ന് പറഞ്ഞു. എന്റെ അച്ഛൻ അവരെല്ലാം നാട്ടിന് വേണ്ടി ജീവൻ കൊടുത്തു. കുഞ്ഞെ കരയാതെ. എനിക്ക് എന്റെ ചേട്ടനെയും ചേച്ചിയെയും ഒന്ന് കാണണം. മത്തായിച്ചൻ രാജമ്മ അവരുടെ അടുത്തോട്ട് വാ മോളെ വാ. എന്റെ മക്കളെ പോലെ ആടാ കുഞ്ഞെ നിങ്ങളെയൊക്കെ വിചാരിച്ചിരിക്കുന്നത്. ബോധക്കേടൊന്നും കാണിക്കരുത്. ചേച്ചി, എന്റെ ചേച്ചി നശിക്കും. എനിക്ക് നോപ്പ് തരും. ചേട്ടാ, എന്റെ ചേട്ടാ, ചേട്ടാ, അവൾക്ക് മാപ്പ് കൊടുക്കണം. നിങ്ങൾ എത്ര വലിയ തെറ്റ് ചെയ്താലും ക്ഷമിക്കുന്നവനാണടി. വേറെ ആരുണ്ട് നിങ്ങൾക്കിനി മാപ്പ് തരാൻ? കൊച്ചേട്ടൻ എന്തെല്ലാം സഹിക്കുന്നു. ഇപ്പോൾ എനിക്കൊരു വിഷമവുമില്ല കുഞ്ഞെ. എനിക്കുണ്ടായിരുന്ന വിഷമങ്ങൾ കൂടി ഇപ്പോൾ മാറി. അടുക്കളയിൽ കഴിയേണ്ടവരാണ് ഞങ്ങൾ. കൊച്ചേട്ടൻ ആളുകളുടെ ഇടയിൽ ഇറങ്ങി നടക്കണ്ടേ? ഇല്ല നീതി, ഞാൻ എന്റെ തല ഉയർത്തി തന്നെ അവരുടെ ഇടയിൽ നടക്കും. ഞാൻ അവരോട് പറയും, കരിഞ്ഞു കിടക്കുന്ന പുഞ്ചപ്പാടത്തിന് വെള്ളം കൊടുക്കാൻ വേണ്ടിയാണ് എന്റെ അച്ഛൻ മരിച്ചുപോയത്. കലയുടെ ലോകത്ത് വെച്ചാണ് എന്റെ 2 സഹോദരിമാരുടെയും ഹൃദയത്തിന് മുറിവേറ്റതെന്ന്. കരിഞ്ഞു കിടക്കുന്ന പുഞ്ചപ്പാടം പച്ച പിടിക്കും. കലയിൽ ശേഷിച്ചിരിക്കുന്ന അഴുക്കുകളും മാഞ്ഞു പോകും. രാജമ്മേ, രാജമ്മേ, നീ സങ്കടപ്പെടരുത്. ക്ഷമിക്കണം. ഇല്ല രാജമ്മേ, നീ നിന്റെ തെറ്റ് മനസ്സിലാക്കി. ഇനി നീ നശിക്കുകയില്ല. എന്റെ കൊച്ചനിയത്തി ഒരിക്കലും നശിക്കുകയില്ല. എന്റെ അച്ഛന്റെ കാട്ടിൽ വീണ് ഉറപ്പ് ചോദിക്കാൻ പോലും എനിക്കൊരവസരം കിട്ടിയില്ലല്ലോ. അതാ ആ കാണുന്ന തുരങ്കത്തിന്റെ ഇടതുഭാഗം 37 കുഴിമാടങ്ങളുണ്ട്. അതിലേതെങ്കിലും ഒന്നിൽ കൈകൂപ്പി നിന്ന് നിനക്ക് അച്ഛനോട് പറയാനുള്ളത് പറയാം. നമ്മുടെ അച്ഛൻ അത് കേൾക്കും. അദ്ദേഹം അത് കേട്ട് തൃപ്തിപ്പെടും. നമ്മുടെ അച്ഛൻ നമുക്ക് മാപ്പ് തരും രാജമ്മ. ആരാത്? ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? സുഖമുണ്ട്. വേണ്ട, കിടക്കൂ. എനിക്ക് അല്പം സംസാരിക്കാനുണ്ട്. എന്റെ തെറ്റുകളെല്ലാം ക്ഷമിച്ചേക്കൂ. എന്റെ തെറ്റുകളെല്ലാം എനിക്ക് ബോധ്യമായി. നിങ്ങൾ അറിയാത്ത കുറ്റകൃത്യങ്ങൾ കൂടി ഞാൻ ഗവൺമെന്റിനെ അറിയിച്ചു കഴിഞ്ഞു. വിഷമിക്കേണ്ട മകളെ. മിസ്റ്റർ സുകുമാരൻ ഒരു എഞ്ചിനീയർ ആരാണെന്ന് നിങ്ങൾ എന്നെ പഠിപ്പിച്ചു. എനിക്കൊരു വിഷമമേ ഉള്ളൂ. ഒരു യഥാർത്ഥ എഞ്ചിനീയറായി
ഒരു ദിവസമെങ്കിലും എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ലല്ലോ. എന്റെ ജീവിതത്തിൽ ഇത്രയും സന്തോഷം എനിക്കുണ്ടായിട്ടില്ല. എനിക്കും ഇങ്ങനെ ഒരു മകളും ഇങ്ങനെ ഒരു മരുമകനും ഉള്ള ഞാൻ ഭാഗ്യവാനാണ്. നിങ്ങളുടെ രോഗം വളരെ വേഗം സുഖമാകും. ഞാൻ ഇറങ്ങട്ടെ. ശാന്തമായി കിടക്കൂ. വിഷമിക്കേണ്ട മകളെ. അദ്ദേഹത്തിന് എങ്ങനെയിരിക്കുന്നു? എന്താ സാറിന് എങ്ങനെയിരിക്കുന്നു? അദ്ദേഹം നിങ്ങളെ ഏൽപ്പിക്കാൻ തന്നതാണ്. നാണു, അദ്ദേഹം നമ്മളെ വിട്ടുപോയതാ. ആ കത്തെന്താണെന്ന് നോക്കൂ. ഇവിടെയുള്ള എഞ്ചിനീയർമാരും തൊഴിലാളികളും ഒന്നായി ചേർന്ന് ഈ ഡാമിന്റെ പണി പൂർത്തിയാക്കും. നമ്മുടെ രാജ്യത്തിന് വെള്ളവും വെളിച്ചവും കൊടുക്കുവാൻ നിങ്ങൾ ത്യാഗം കഴിച്ച് എന്റെ ജഡം കടമാൻ വിരട്ടി മലയിൽ മരിച്ചവരോടൊപ്പം മറവ് ചെയ്യണം. ഉഷയോട് കരയരുതെന്ന് പറയൂ. ഉഷ ഒരു കുഞ്ഞിനെ പ്രസവിക്കും. എന്റെ കുഞ്ഞിനെ ആണ്ടിലൊരിക്കൽ ഈ ഡാം കൊണ്ടുവന്ന് കാണിക്കണം. എന്റെ കുഞ്ഞ് ആ ഓർമ്മയിൽ വളരണം. എന്റെ കടമകൾ കൂടി എന്റെ കുഞ്ഞ് നിറവേറ്റണം. അതെ മോനെ, അതാണ് എന്റെ ആഗ്രഹം. തെറ്റുകൾ ചെയ്യാൻ പറ്റില്ലേ? കൊച്ചമ്മ വെല്ലിങ്ങനെ ജയിലിൽ നിന്ന് വിട്ടുന്ന് കേട്ടല്ലോ. അദ്ദേഹത്തിന് സുഖമാണ്. ഞാനും കേട്ടു. പക്ഷേ അച്ഛൻ ഇതുവരെ അങ്ങോട്ട് എങ്ങും വന്നില്ല. എവിടെയെല്ലാം അന്വേഷിച്ചു, ഒരു പിടിയും കിട്ടുന്നില്ല. വാ മോനെ, വാ. അതേ മോനെ, നിന്റെ വലിയച്ഛനെ പോലെ നീ ചീത്തയാവരുത്. നിന്റെ അച്ഛനെ പോലെ നീ ഒരു നല്ല മനുഷ്യനായി ജീവിക്കണം. നല്ല മനുഷ്യർ മാത്രമുള്ള ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയുമാണ് മോനെ നമുക്ക് ആവശ്യം. ഇത്തരം രക്തസാക്ഷി സ്തൂപങ്ങൾ നാം ഏത് അണക്കെട്ടിൽ ചെന്നാലും കാണാം. പലരും പല കാരണങ്ങൾ കൊണ്ട് ജീവനെ ബലിയർപ്പിച്ചുകൊണ്ടാണ് ഇത്തരം അണക്കെട്ടുകൾ കെട്ടിപ്പടുത്തിട്ടുള്ളത്. ആർക്കു വേണ്ടി? രാജ്യത്തിനു വേണ്ടി, നമുക്ക് വേണ്ടി. അതാ അദ്ദേഹം എഴുതുന്നത് ബൈബിളിലെ ഒരു വാക്യമാണ്. പുതിയ ആകാശം പുതിയ ഭൂമി.